ICC ചാമ്പ്യൻസ് ട്രോഫിയിലെ ആദ്യ സെമിഫൈനൽ മത്സരത്തിൽ ഇന്ത്യയും ഓസ്ട്രേലിയയുമാണ് ദുബായിൽ ഏറ്റുമുട്ടുന്നത്. തുടർച്ചയായ 11ാം തവണയും ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയ്ക്ക് ടോസ് ലഭിച്ചില്ല എന്നതാണ് കൗതുകകരമായ കാര്യം. എന്നാൽ ടോസിന് ശേഷം സംസാരിക്കുമ്പോൾ രോഹിത് ശർമ്മയ്ക്ക് സംഭവിച്ച നാക്കുപിഴയാണ് ഇപ്പോൾ ക്രിക്കറ്റ് ലോകത്ത് ചർച്ചയാകുന്നത്. മത്സരത്തിനുള്ള 11 പ്രഖ്യാപിക്കുമ്പോൾ 4 സ്പിന്നർമാരും 2 പേസർമാരുമായാണ് തങ്ങൾ കളിക്കുന്നതെന്നായിരുന്നു രോഹിത് ശർമ്മ പറയേണ്ടിയിരുന്നത്. എന്നാൽ തങ്ങൾ 4 സ്പിന്നർമാരും 2 സ്പിന്നർമാരുമായാണ് കളിക്കുന്നത് എന്ന് ഇന്ത്യൻ ക്യാപ്റ്റൻ പറയുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുകയാണ്. രോഹിത്തിന് സംഭവിച്ച നാക്കുപിഴ കൃത്യമായ ആളുകൾക്ക് കേൾക്കാൻ കഴിഞ്ഞു. എന്നാൽ അദ്ദേഹം ഉദ്ദേശിച്ചത് എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കാവുന്നതേയുള്ളൂ എന്നും നിരവധി പേർ പ്രതികരിക്കുന്നുണ്ട്. ന്യൂസിലാൻഡിനെ 44 റൺസിന് പരാജയപ്പെടുത്തിയ അതേ ടീമിനെ തന്നെയാണ് ഇന്ത്യ ഈ മത്സരത്തിലും കളിപ്പിക്കുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ ടീമിലെത്തി മികച്ച പ്രകടനം നടത്തിയ സ്റ്റാർ സ്പിന്നർ വരുൺ ചക്രവർത്തിയെ ഇന്ത്യ ടീമിൽ നിലനിർത്തി. ടോസിന് ശേഷം ആദ്യം ബാറ്റ് ചെയ്യുന്നതിനും പന്തെറിയുന്നതിനും തങ്ങൾ തയ്യാറായിരുന്നു എന്നാണ് രോഹിത് ശർമ്മ പ്രതികരിച്ചത്. ടോസ് നഷ്ടപ്പെട്ടത് ഒരു തരത്തിൽ നന്നായെന്ന് രോഹിത് പറഞ്ഞു. 3 മത്സരങ്ങൾ ഇവിടെ കളിച്ചെങ്കിലും എല്ലാം വ്യത്യസ്ത സാഹചര്യങ്ങളായിരുന്നു. പിച്ച് എങ്ങനെ പ്രതികരിക്കുമെന്ന് കൃത്യമായി വിലയിരുത്താൻ കഴിയില്ല. പിച്ചിന്റെ സ്വഭാവം മാറി മാറി വരുന്നു. എന്നാൽ ഏറ്റവും മികച്ച ക്രിക്കറ്റ് കളിക്കുക എന്നതാണ് പ്രധാനം. 3 മത്സരങ്ങളിലും മികച്ച രീതിയിലാണ് തങ്ങൾ കളിച്ചത്. സ്പിന്നർമാർക്ക് കൂടുതൽ നേട്ടം ലഭിക്കുന്നതിനാലാണ് ഇതേ ടീമിനെ തന്നെ കളത്തിൽ ഇറക്കുന്നത് എന്നും രോഹിത് ശർമ്മ ടോസിന് ശേഷം പറഞ്ഞു. അതേസമയം 2 മാറ്റങ്ങളുമായാണ് ഓസ്ട്രേലിയ സെമിഫൈനൽ മത്സരത്തിൽ കളിക്കുന്നത്. പരിക്കേറ്റ മാറ്റ് ഷോട്ടിന് പകരം കൂപ്പർ കൊണോലിയും സ്പെൻസർ ജോൺസന് പകരം തൻവീർ സംഘയും ടീമിലെത്തി. ചാമ്പ്യൻസ് ട്രോഫി ഗ്രൂപ്പ് എയിലെ 1ാം സ്ഥാനക്കാരായാണ് ഇന്ത്യ സെമിഫൈനലിൽ കടന്നത്. ഗ്രൂപ്പ് ഘട്ടത്തിൽ ബംഗ്ലാദേശിനെയും പാകിസ്ഥാനെയും ഇന്ത്യ 6 വിക്കറ്റുകൾക്ക് പരാജയപ്പെടുത്തി. അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ ന്യൂസിലാൻഡിനെ തോൽപ്പിച്ചതോടെയാണ് ഇന്ത്യ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായത്. എന്നാൽ ഓസ്ട്രേലിയ ആകട്ടെ ഗ്രൂപ്പ് ബിയിൽ 2ാം സ്ഥാനക്കാരായാണ് സെമിഫൈനലിൽ എത്തിയത്. ആദ്യ മത്സരത്തിൽ ഇംഗ്ലണ്ടിനെതിരെ തകർപ്പൻ വിജയമാണ് ഓസ്ട്രേലിയ സ്വന്തമാക്കിയത്. എന്നാൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയുള്ള മത്സരം മഴ കാരണം പൂർണ്ണമായും ഉപേക്ഷിച്ചു. അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത അഫ്ഗാനിസ്ഥാൻ 273 റൺസിന് ഓൾ ഔട്ടായി. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ ഓസ്ട്രേലിയ 12.5 ഓവറിൽ 109 റൺസ് നേടി നിൽക്കുന്ന സമയത്ത് മഴ വില്ലനായി ആ മത്സരവും ഉപേക്ഷിക്കുകയായിരുന്നു. ന്യൂസിലാൻഡും ദക്ഷിണാഫ്രിക്കയും തമ്മിലുള്ള 2ാം സെമിഫൈനൽ മത്സരം മാർച്ച് 5-ന് നടക്കും. മറ്റൊരു കാര്യം, ഇന്ത്യൻ താരങ്ങൾ ഇന്നത്തെ മത്സരത്തിൽ കറുത്ത ആംബാൻഡ് അണിഞ്ഞാണ് കളത്തിലിറങ്ങുന്നത് എന്നതാണ്. മാർച്ച് 3-ന് അന്തരിച്ച ഇന്ത്യൻ ആഭ്യന്തര താരം പത്മാകർ ശിവാൽക്കർക്ക് ആദരവർപ്പിച്ചാണ് ഇന്ത്യൻ താരങ്ങൾ കറുത്ത ആംബാൻഡ് അണിഞ്ഞത്. 1960-80 കാലഘട്ടങ്ങളിൽ ഇന്ത്യൻ ആഭ്യന്തര ക്രിക്കറ്റിൽ നിറഞ്ഞു നിന്ന വ്യക്തിയാണ് ശിവാൽക്കർ. മുംബൈക്ക് വേണ്ടി 124 ഫസ്റ്റ് ക്ലാസ് മത്സരങ്ങൾ കളിച്ച അദ്ദേഹം 589 വിക്കറ്റുകൾ വീഴ്ത്തിയിട്ടുണ്ട്. 1972-73 രഞ്ജി ട്രോഫി ഫൈനൽ മത്സരത്തിൽ തമിഴ്നാടിനെതിരെയാണ് അദ്ദേഹം കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുത്തത്.